തനിക്കും അച്ഛനും നേരെയുള്ള വിമർശനങ്ങളിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടനും BJP-കാരനുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ. കുഴിയിൽ കഞ്ഞി കൊടുക്കുന്നത് അന്നത്തെ രീതിയാണെന്നും അത് കണ്ടപ്പോൾ കൊച്ചുകുട്ടിയായ അച്ഛന് തോന്നിയ കൊതിയാണ് അന്ന് വീഡിയോയിൽ പറഞ്ഞതെന്നും ദിയ ആണയിട്ട് പറയുന്നു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലാണ് ദിയ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞത്. കുഴി കുത്തി കഞ്ഞി ഒഴിച്ചു കൊടുത്ത സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞ കൃഷ്ണകുമാറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു. വിവാദത്തിന് പിന്നാലെ ലണ്ടൻ യാത്രയ്ക്കിടെ ദിയ പറഞ്ഞ വാക്കുകളും വിമർശിക്കപ്പെട്ടു. കൊച്ചിയിലെ മാരിയറ്റ് ഹോട്ടലിൽ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോയിരുന്നു. അവിടെ നിന്ന് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ പഴങ്കഞ്ഞി കണ്ടു. ആദ്യമായാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പഴഞ്ചോറ് കാണുന്നത്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണ് പഴഞ്ചോറ്, അച്ഛനും എനിക്കും പ്രത്യേകിച്ചും. ആ വ്ളോഗിൽ അച്ഛൻ പറഞ്ഞത് പഴഞ്ചോറ് കണ്ടപ്പോൾ തന്നെ അച്ഛന് പഴയകാലം ഓർമ്മ വന്നുവെന്നാണ്. പഴയകാലം എന്നാൽ അച്ഛൻ 20-30 വയസ്സുള്ളപ്പോഴല്ല, 7-8 വയസ്സുള്ളപ്പോഴുള്ള കാര്യമാണ്. അച്ഛൻ സാധാരണക്കാരായ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുമാണ് വരുന്നത്. അദ്ദേഹം വലുതായ ശേഷമാണ് മീഡിയയിലേക്ക് വരുന്നതും ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നതും. അച്ഛൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അച്ഛൻ്റെ അമ്മ വളരെ കനിവുള്ള സ്ത്രീയായിരുന്നു. കുട്ടിക്കാലത്ത് അവിടെ പോയാൽ വെറും കൈയോടെ തിരികെ വിടില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റെങ്കിലും തന്ന് വിടുമായിരുന്നു. 80കളിലെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന ആളുകളെക്കുറിച്ചല്ല പറഞ്ഞത്, അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് പണിക്ക് വരുന്നവരെക്കുറിച്ചാണ് പറഞ്ഞത്. അവർ ക്ഷീണിച്ച് നിൽക്കുന്നത് കണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അച്ഛൻ്റെ അമ്മയ്ക്ക് തോന്നിയിരുന്നു. ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആയതിനാൽ എല്ലാവർക്കുമുള്ള പാത്രവും ഗ്ലാസും ട്രേയും ഒന്നും അവിടെ കാണില്ല. ഒരു 19 പേർക്ക് കൊടുക്കാൻ ഇതൊന്നും തികയില്ല. വീട്ടിലൊരു 2-3 പാത്രങ്ങളൊക്കെ ഉണ്ടാകൂ. അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെ അമ്മൂമ്മ അവർക്കെല്ലാവർക്കും പഴഞ്ചോറുണ്ടാക്കും. നാട്ടിൻ പുറത്ത് പണ്ട് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന രീതിയാണിത്. മണ്ണിൽ കുഴി കുഴിച്ച് അതിൽ ഇല വെച്ച് ചോറ് ഒഴിച്ച് കഴിക്കുന്നത്. കൈ വെച്ചോ പ്ലാവിൻ്റെ ഇല വെച്ചോ കഴിക്കും. എൻ്റെ അച്ഛനും അപ്പൂപ്പനും എൻ്റെ കൂട്ടുകാരുടെ അച്ഛന്മാരുമെല്ലാം അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അത് അന്നത്തെ ട്രഡീഷനാണ്. അന്ന് അങ്ങനെയാണ് കഴിക്കുന്നത്. അവർ അങ്ങനെ കഴിക്കുന്നത് കാണുമ്പോൾ കൊച്ചുകുട്ടിയായ അച്ഛനും അങ്ങനെ കഴിക്കണമെന്ന് കൊതി തോന്നിയിട്ടുണ്ട്. 7-8 വയസ്സുള്ള പയ്യന് തോന്നിയ ആഗ്രഹത്തെക്കുറിച്ചാണ് അച്ഛൻ ആ വീഡിയോയിൽ പറയുന്നത്. അല്ലാതെ താഴ്ന്ന ജാതിക്കാർക്ക് കുഴികുത്തി കഞ്ഞി കൊടുത്തു എന്നല്ല അച്ഛൻ പറയുന്നത്. പിന്നെന്തോന്നാ? എൻ്റെ അച്ഛനോ ഞാനോ എൻ്റെ കുടുംബത്തിലെ ഒരാൾ പോലും ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത് പോലും നിങ്ങൾ പൈസക്കാരാണോ എന്ന് ചോദിച്ചിട്ടല്ല, സുഹൃത്താകാൻ ചെല്ലുമ്പോഴറിയാം. ഇതിനിടെയാണ് എൻ്റെ അച്ഛനുമായും ഞാനുമായും പ്രശ്നമുള്ള ചിലർ ആ ഭാഗം മാത്രം എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് എൻ്റെ അച്ഛന് ജാതിയുടെ പ്രശ്നമുണ്ടെന്നാക്കുന്നത്. എൻ്റെ അച്ഛന് ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്നുമാണ്. അങ്ങനെയുള്ളവർ പാവങ്ങളെ മോശമായി കാണില്ല. ഈ ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ പ്രാവശ്യം പറഞ്ഞു. എൻ്റെ അച്ഛൻ കൊട്ടാരത്തിൽ വളർന്ന തമ്പുരാൻ പയ്യനല്ല. അതുകൊണ്ടുകൂടെ മനസ്സിലാക്കണം. ഇതിനെതിരെ നിയമപരമായി നീങ്ങണം എന്നുവരെ ചിലർ പറഞ്ഞു. പക്ഷേ അതിൽ ചിലരൊക്കെ വിദ്യാർത്ഥികളാണ്. അവരുടെ ഭാവിയെ ബാധിക്കും എന്നതിൽ അതിന് മുതിരുന്നില്ല. ഒരാളെപ്പറ്റി ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കണം. എൻ്റെ ബ്ലോഗിൽ അച്ഛന് പ്രാവിൻ്റെ തീറ്റ കൊടുക്കുന്ന സമയത്ത് തറയിലിട്ട് കൊടുത്താൽ പ്രശ്നമാകുമോ എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും ഞാൻ ആരുടെയും കാസ്റ്റിനെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ പറഞ്ഞിട്ടില്ലെന്നുമാണ് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ പറയുന്നത്. ഇതിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വീണെടുത്ത് കിടന്നുരുളാൻ ഇവർക്കൊക്കെ നല്ല കഴിവാണെന്നാണ് കമൻറ്റ് ബോക്സിൽ പലരും അഭിപ്രായപ്പെട്ടത്. BJP-കാരനല്ലേ, അവരുടെ കുടുംബമല്ലേ, അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിശയം.